അതൊന്നും ആ കാലഘട്ടത്തിൽ അധികാരമല്ല. അങ്ങനെ അധികാരമുള്ള പഞ്ചായത്ത് വന്നത് 95-ലാണ്. ആ 95-ൽ തെരഞ്ഞെടുപ്പ് നടത്തി 6 സീറ്റ് കിട്ടി. നറുക്കെടുപ്പിൽ ചക്കി ഈശ്വരൻ പഞ്ചായത്തിൽ പ്രസിഡന്റ്. നറുക്കെടുപ്പിൽ വൈസ് പ്രസിഡന്റായിട്ട് ചേരിക്കല്ലൻ ഹംസഹാജി തെരഞ്ഞെടുക്കപ്പെട്ടു. ശേഷം 2020-ൽ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഒന്നുകൂടി സീറ്റ് കൂടുതൽ കിട്ടിയ അനീഫ പ്രസിഡന്റായി. അത് കഴിഞ്ഞ് 2005-ൽ KMS തങ്ങൾ പ്രസിഡന്റായി. 2010-ലെ തെരഞ്ഞെടുപ്പിൽ ആണ് UDF അധികാരത്തിൽ വരുന്നത്. അങ്ങനെ നിങ്ങൾക്കൊക്കെ അറിയാം, താഴെപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് റീന ടീച്ചറും വൈസ് പ്രസിഡന്റായിട്ട് വിനീതനാണ് ഞാനുമാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ കൂടെ മെമ്പർമാരായിട്ട് ധാരാളം ആളുകൾ. അപ്പൊ ആദ്യത്തെ 15 വർഷവും ഇപ്പോ 2020-ന് ശേഷമുള്ള 5 വർഷവും CPM ആണ് ഇവിടെ ഭരിക്കുന്നത്. അതിന്റെ ഇടക്കാലത്ത് 10 മുതൽ 15 വരെ റീന ടീച്ചറും 15 മുതൽ ഞാൻ പ്രസിഡന്റുമായിട്ടുള്ള ഒരു UDF ഭരണസമിതിയാണ് വന്നത്. ഈ 10 വർഷവും 20 വർഷവും തമ്മിൽ നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ വികസനം ഏത് കാലഘട്ടത്തിലാണ് വന്നത് എന്ന് നോക്കുക. 83 കോടി രൂപ ലാഭസായ വിഷയങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. 5 വർഷം കിട്ടിയ ഫണ്ട് ചെലവഴിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. 83 കോടി പല ആവശ്യങ്ങൾക്കും ചെലവഴിക്കേണ്ട പൈസയാണ് ലാഭസായി പോയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഈ റോഡുകളൊക്കെ ഇപ്പൊ നമ്മളെ ഈ പള്ളിക്കാട്ടിലേക്ക് വാരിക്കാട്ടിലേക്ക് പോകുന്ന റോഡ് നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയത്. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ ബോക്കറാക്കാൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ചെരിക്കലന്മാർ അതിനെ താഴത്തേക്ക് ഷെബീർദിക്ക് അതിനെ അങ്ങനെ ചെരിക്കലം സർക്കാർക്ക് താഴത്തേക്കുള്ള റോഡ് നമ്മളെ ഉണ്ടാക്കിയത്. അവിടുന്ന് ഒടവലക്ക് ഒടുവിൽ കോളനിക്കുള്ള വഴിയുടെ റോഡ് കോൺക്രീറ്റ് ആക്കിയത് കാറിയത് നമ്മളെ ഇവിടുന്നാണ് ചോലയിലെ ആ ഹംസാക്കാൻ അവിടെ നിന്ന് താഴെ മരുതല തെക്കേക്കര ഭാഗത്തേക്കുള്ളത് കോൺക്രീറ്റ് ചെയ്ത് നമ്മളെ ഇവിടെ മെരുതാക്കാൻ്റെ അവിടെ നിന്ന് താഴെ അങ്ങോട്ടിന്റെ മറ്റേ കാസർഗോഡ് താമസിക്കുന്ന അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെ ഭാഗത്തേക്ക് ആ റോഡ് നോക്കി മുട്ടിച്ച നമ്മളല്ലേ. അപ്പുറത്ത് ഇവിടെ അയ്യപ്പൻ ആശാരി ഇവരൊക്കെ താമസിക്കുന്ന കളത്തിലക്കാക്കാൻ്റെ അപ്പുറത്തുള്ള ഇടവഴി താഴെ റോഡ് നോക്കി മുട്ടിച്ച നമ്മളല്ലേ. ഇവിടെ മെയിൻറ്റോരിയലിറ്റ് ഒഴുക്കുവാണ് ആ തോടിന് പാലുണ്ടാക്കിയിട്ട് അവിടേക്കുള്ള വഴി കോൺക്രീറ്റ് ആക്കി നമ്മളല്ലേ. ഇങ്ങനെ ഏത് റോഡ് എടുത്ത് നോക്കിയാലും നമ്മുടെ കയ്യൊപ്പില്ലാത്ത കാര്യങ്ങൾ കൂടെ വളരെ ചുരുക്കി വന്നിട്ടുള്ളൂ. പാറമ്പലുള്ള അംഗനവാടി കെട്ടിടം നമ്മളല്ലേ കൊണ്ടുവന്ന്. അപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ എന്തെങ്കിലും വികസനം നടന്നിട്ടുള്ളൂ. അപ്പൊ റീന പഞ്ചായത്ത് പ്രസിഡന്റ് ആയ സമയത്ത് 485 വീടുകൾ കൊടുത്തു. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്ന സമയത്ത് നമുക്ക് 79 വീടുകളെ കൊടുക്കാൻ പറ്റിയത്. കാരണമുണ്ട്. കാരണം റീന പ്രസിഡന്റ് ആകുമ്പോൾ മുഖ്യമന്ത്രി ഇവിടെ ഉമ്മൻചാണ്ടിയാണ്, ഞാൻ പ്രസിഡന്റ് ആകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പൊ ലൈഫ് ഭവന പദ്ധതി എന്നൊരു പദ്ധതി പ്രഖ്യാപിച്ചു. ആ പദ്ധതിയിൽ ഒരു മാനദണ്ഡം വെച്ചു. റേഷൻ കാർഡ് സ്വന്തമായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ വീട് കിട്ടുള്ളൂ. റേഷൻ കാർഡ് ഉണ്ടാക്കണമെങ്കിൽ വീട് വേണമല്ലോ. വീടിനകത്ത ആൾക്ക് റേഷൻ കാർഡ് കിട്ടും. അപ്പൊ റേഷൻ കാർഡ് വീടിന് മാനദണ്ഡം വെച്ചപ്പോൾ റേഷൻ കാർഡ് പോലൊന്നുമില്ല. വാടക കെട്ടിടത്തിൽ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലും മറ്റു വാടക വീട്ടിലും താമസിക്കുന്ന ആളുകൾക്ക് ആ വീട്ടിലെ ഉടമസ്ഥൻ റേഷൻ കാർഡ് ഉണ്ടാക്കാൻ സമ്മതപത്രം കൊടുക്കൂല. അതുകൊണ്ട് തന്നെ അവർക്ക് കാർഡ് ഉണ്ടാക്കാൻ പറ്റൂല. അപ്പൊ വീടില്ലാത്ത ആളുകൾക്ക് ഒരു വീടുണ്ടാക്കാൻ ആഗ്രഹിച്ചു വരുമ്പോൾ റേഷൻ കാർഡ് വേണമെന്ന മാനദണ്ഡം വെച്ചപ്പോൾ കേരളത്തിൽ എവിടെയും ആ 5 വർഷം കാര്യമായിട്ട് വീട് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് 79 കൊടുക്കാൻ പറ്റി. CPM ഭരിക്കണ ഏലകുളത്ത് 32 മറ്റേ കൊടുത്തിട്ടുള്ളൂ. അന്ന് CPM ഭരിച്ചിരുന്ന മേലാറ്റൂര് അത്ര തന്നെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോ അത് ആ ഒരു മാനദണ്ഡം കൊണ്ട് അങ്ങനെ ഒരു രീതിയിലേക്ക് പോയത്. അന്ന് 4 ലക്ഷമാണ്, ഇപ്പോഴും 4 ലക്ഷമാണ്. ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായ സമയത്ത് 4 ലക്ഷം കൊണ്ട് ഒരു വീടുണ്ടാക്കാൻ പറ്റിയത് 10 കൊല്ലം മുമ്പാണത്. ഇന്ന് 4 ലക്ഷം കൊണ്ട് വീടുണ്ടാക്കാൻ പറ്റും. ഒരു 8 ലക്ഷമോ 10 ലക്ഷമോ ഇല്ലാതെ ഒരു വീടുണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ വീട് നിർമ്മിക്കുന്ന ആൾക്ക് ഒരു ധനസഹായം മാത്രമാണ് കൊടുക്കാൻ പറ്റുന്നത് 4 ലക്ഷം കൊണ്ട്. അതാണ് ഞങ്ങൾ ഇത്ര വീട് കൊടുത്തു പറഞ്ഞിട്ട് പെരുമ്പറ അടിച്ച് നടക്കുന്നത്. അപ്പൊ അവർക്ക് വീട് കൊടുത്തത് പറയാനുള്ള അവകാശമില്ല. കാരണം വീട് കയറ്റുന്ന ആളുകൾക്ക് ഒരു ധനസഹായം മാത്രമാണ് 4 ലക്ഷം. 4 ലക്ഷം ആരാ കൊടുക്കുന്നത്? 4 ലക്ഷം പഞ്ചായത്ത് കൊടുക്കുന്നതാണ്. പഞ്ചായത്തിൽ 40,000 രൂപയെ കൊടുക്കണുള്ളൂ. മാസം 40,000 രൂപ. ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തുമാണ് അതേപോലെ 40,000 കൊടുക്കുന്നത്. 20,000 രൂപ ബ്ലോക്ക് പഞ്ചായത്തും 20,000 രൂപ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തും. അങ്ങനെ 40,000 ഗ്രാമപഞ്ചായത്ത് ലക്ഷം അത്ര ബ്ലോക്കും ജില്ലയും മറ്റേ കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1,80,000. ബാക്കി 2,20,000 രൂപ ഹഡ്കോയിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് വീടുകൾക്ക് കൊടുക്കേണ്ടത്. ആ ലോൺ എടുത്തു കഴിഞ്ഞാൽ 15 വർഷം സമയം കിട്ടാൻ അത് തിരിച്ചടക്കാൻ. 15 വർഷം ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന പൈസ നിന്ന് ഇങ്ങനെ കട്ടായി പോകും. പഞ്ചായത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് അനുവദിക്കുന്ന പദ്ധതി വിഹിതത്തിൽ നിന്ന് ഓരോ വർഷവും ഈ വീടിന് അനുവദിച്ച ഹഡ്കോയിൽ നിന്ന് ലോൺ എടുത്തത് വീട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വർഷാവർഷം കിട്ടുന്ന പൈസ കട്ടായി.
അപ്പൊ ഇപ്പൊ ഈ കൊടുത്തു എന്ന് പറയുന്ന വീടുകള് ആരൊക്കെ കൊടുക്കണത്? അടുത്ത 5 വർഷം ഭരിക്കണ ഭരണസമിതി ആരാണെന്ന് വെച്ചെങ്കിൽ അവര്, പിന്നത്തെ 5 വർഷം ഭരിക്കണവര് ആരാണെന്ന് വെച്ചെങ്കിൽ അവര്, പിന്നത്തെ 5 വർഷം ഭരിക്കണവര് ആരാണെന്ന് വെച്ചാൽ അവര്. ഈ 3 പ്രാവശ്യം 15 വർഷം ഭരിക്കണം, 15 കൊല്ലം കൊണ്ട് ഭരിച്ചു തീർക്കുന്ന ആളുകൾക്കൊക്കെ ഈ വീടിന്റെ ബാധ്യത വരികയാണ്. അപ്പൊ ഒരിക്കലും വലിയൊരു വീട് ഒരു കയറ്റി എന്ന് പറയാൻ ആകെ പറയാനുള്ളത് ഇപ്പോൾ ഒരു കഥാണല്ലോ, അത് അവർക്ക് അവകാശപ്പെട്ടതല്ല, വരുന്ന ഭരണസമിതികൾക്കൊക്കെ അവകാശപ്പെട്ടതാണ്. അപ്പൊ കുറെ ആളുകൾക്ക് കുറേശ്ശെ പൈസ കൊടുത്തു, ബാക്കിയുള്ള ആളുകൾക്കൊന്നും പൈസ കൊടുക്കാൻ അവരേക്കല്ല. റീന പ്രസിഡന്റായി വന്ന സമയത്ത് 2010 ഇതേപോലത്തെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായി. EMS ഭവന പദ്ധതി അങ്ങനത്തെ പദ്ധതി ഉണ്ടായിരുന്നു. കുറെ ആളുകൾക്ക് പൈസ കൊടുത്തു, കുറേശ്ശായിട്ട് ഒരു 10, 50, 60 ആളുകൾക്ക് എന്റെ വീടിന് വേണ്ടിയിട്ട് പൈസ കൊടുത്തു. നോക്കുമ്പോൾ ബാക്കി പൈസ കൊടുക്കാനില്ല. ഞങ്ങൾ കയറി ചെന്നപ്പോ ഈ ആളുകളെ പിരിച്ചുകൊണ്ടെങ്കിൽ അവിടെ പൈസ വേണ്ടേ? വീടിന് വേണ്ടി പൈസയും വെച്ചിട്ടില്ല. അവസാനം നമ്മൾ മറ്റു പല സംഗതികൾക്കും മാറ്റിവെച്ച പണം ഇതിലേക്ക് ആ പദ്ധതികളൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഇതിലേക്ക് മാറ്റി വെച്ചിട്ട് കൂട്ടേണ്ടി വന്നു. അപ്പൊ അതാണ് ആ രൂപത്തിലുള്ള ഒരു സാഹചര്യത്തെ നമുക്ക് മറികടക്കാൻ വേണ്ടി അന്ന് ചെയ്തത്. ഇതന്നെയാണ് ഇപ്പോഴും ഉണ്ടാകുക. കാരണം ഈ വീടുകൾ കൊടുക്കുന്ന ആളുകൾക്കൊക്കെ ഇത് കൊടുത്ത് വീട്ടിൽ കഴിയണമെങ്കിൽ അടുത്ത ഭരണസമിതിക്ക് വലിയ റിസ്ക് എടുക്കേണ്ടി വരും. മാത്രമല്ല ഇപ്പൊ അടുത്ത 3 ടൈമിൽ വരുന്ന 15 കൊല്ലക്കാലം വരുന്ന ആളുകൾക്കൊക്കെ ഇതിന്റെ ബാധ്യത ഉണ്ടതാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കിട്ടിയ വർഷം, ഈ 5 വർഷം അവർക്ക് ഈ നാടിന് വേണ്ടി കൃത്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. യാഥാർത്ഥ്യം അതാണ് യാഥാർത്ഥ്യം. അവര് അങ്ങനെ ചെയ്തു എന്ന് പറയാൻ കഴിയണമെന്നില്ല. പക്ഷെ അവർക്ക് സാധാരണഗതിയിൽ അവര് ഒരു അസത്യങ്ങളെ സത്യമാക്കി പറഞ്ഞിട്ട് അത് കുറെ നുണകൾ പറയുമ്പോൾ സത്യമായിട്ട് ഉപയോഗിക്കാതെ രൂപമുണ്ടല്ലോ അവർക്ക്. ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ നമ്മൾ ചെയ്ത റോഡുമ്പോൾ തന്നെ മെയിൻ്റനൻസ് ഫണ്ട് പോലും വെക്കാതെ ഈ റോഡുകളുടെ ദുരവസ്ഥ എത്രത്തോളം. നമുക്ക് ഒരു വീട്ടില് മോട്ടോർ സൈക്കിളെങ്കിലും ഇല്ലാത്ത വീടുന്നുണ്ടോ? അല്ലെങ്കിൽ കാറുണ്ടാവും, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഉണ്ടാവും, അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളെങ്കിലും ഉണ്ടാവും. ആ വീട്ടിലേക്ക് പോകേണ്ട ആളുകൾ ഈ റോഡ് ഉപയോഗിക്കുമ്പോൾ നടന്നു പോകാൻ പറ്റുമോ? വണ്ടി പോകാൻ പറ്റുമോ? എല്ലാ റോഡുകളും വെട്ടിപ്പൊളിച്ചിട്ടില്ലേ? എന്നാൽ ഈ ജലജീവൻ ഈ പദ്ധതികളൊക്കെ അപ്പുറത്തുമില്ലേ? അവിടെ റോഡുകളൊക്കെ വെട്ടിപ്പൊളിച്ചിട്ട് പിന്നാലെ തന്നെ ജലജീവൻ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് അത് ക്ലിയർ ആക്കി കഴിഞ്ഞു. ഇവർക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ആ പദ്ധതി വെക്കേണ്ട സമയത്ത് വരാൻ തമ്മിട്ടിരുന്നു. അല്ലെങ്കിൽ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് തന്നെ 20% ഫണ്ട് വെച്ചിട്ട് ഈ കട്ട് ചെയ്ത ഭാഗത്ത് കോൺക്രീറ്റോ അല്ലെങ്കിൽ ടാറിങ്ങോ ഇടാനുള്ള വകുപ്പുണ്ടായിരുന്നു. അതവർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഈ 83 കോടി രൂപ ലാപ്സാക്കി കളയുന്നത് ഈ ടാറിങ് ചെയ്ത് തുടങ്ങി. നിങ്ങൾ നോക്കാൻ ഓരോ ഇടവഴികളുടെ അവസ്ഥ എന്താണ്? കോൺക്രീറ്റ് നടത്താൻ ഒരു കഷ്ണം ഈ പൈപ്പിട്ട ഭാഗമൊന്നും ചെയ്യാതെ ഒരു വണ്ടി പോകുമ്പോൾ ചക്രമോട് താഴെയല്ലേ? ടാർ ചെയ്ത ഭാഗമാണെങ്കിൽ അവിടെ റീടാർ ചെയ്യാതെ അങ്ങനെ ഇട്ടിക്കല്ലേ? അപ്പോ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത്. പിന്നെ ഒരു പറയണത് കുടിവെള്ളമാണ്. കുടിവെള്ളം ഞങ്ങളാണ് ചെയ്തത്. എന്തായി കുടിവെള്ളത്തിനകത്ത് റോഡ്? കുടിവെള്ളം ഇവിടെ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്താണ്. ഇതേപോലെ അന്ന് മഞ്ഞളാംകുഴി എലി സാഹിബാണ് നമ്മുടെ MLA, കേരളത്തിന്റെ ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം. ആ സമയത്ത് തുടക്കം കുറിച്ചൊരു പദ്ധതിയാണ് ആലിപ്പറമ്പ് താഴെക്കോട് പഞ്ചായത്തിലേക്കുള്ള സമഗ്ര കുടിവെള്ള പദ്ധതി. ചൂതയിലെ വെട്ടിച്ചുരുക്കിൽ അതിനു വേണ്ടിയിട്ട് അന്ന് കിണർ വെച്ചു. അതിന്റെ തൊട്ടന്നെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാക്കി. ആ ട്രീറ്റ്മെന്റ് പ്ലാന്റും ഇതും ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം കഴിഞ്ഞുമ്പോ അത്രേ പൂർത്തിയായുള്ളൂ. ആ സമയത്ത് ഞാൻ പ്രസിഡന്റാണ്. നമ്മള് വെള്ളപ്പാറയിൽ 20 സെന്റ് സ്ഥലം 20 ലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കുന്ന ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ എടുക്കും. നമ്മള് കുടിവെള്ള പദ്ധതിക്ക് അത്രയും ഭരണസമിതി അന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പൊ ഈ പൈപ്പൊക്കെ ഇട്ടല്ലോ, ഈ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഒരു സർവേ മുമ്പ് നടത്തിയിട്ടുണ്ട്. ആ സർവേക്കുള്ള പൈസ അന്ന് നമ്മുടെ പഞ്ചായത്താണ് നമ്മൾ കെട്ടിയത്. അപ്പൊ അവർക്ക് ഇപ്പോ ഈ പറഞ്ഞ കുടിവെള്ള പദ്ധതിയിൽ റോഡില്ല. ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ തുടർച്ചയായിട്ട് പിന്നെന്ത് വേണം? ഈ ലൈന് വെച്ച് ഇപ്പൊ ചെയ്ത കാര്യങ്ങളൊക്കെ 5-8 വർഷം മുമ്പ് ചെയ്യേണ്ടതാണ്. പക്ഷെ 1ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഒരു പൈസ പോലും നിങ്ങൾക്ക് അനുവദിച്ചില്ല. ഒരു പൈസ അനുവദിച്ചില്ല. അത് മുടങ്ങിക്കടന്നു. അലിസാഹിബ് ഒരുപാട് സബ്മിഷൻ ഉന്നയിച്ചു, നിയമസഭയിലൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചു, പക്ഷെ വന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഇതൊക്കെ ജലജീവൻ മിഷനിലേക്ക് മാറി. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു കുടിവെള്ള പദ്ധതിയാണ് ജലജീവൻ മിഷൻ. അതിലേക്ക് മാറിയപ്പോ ഈ ഫണ്ട് മൊത്തമായിട്ട് ഈ കേന്ദ്ര ഗവൺമെന്റ് ലിസ്റ്റ് വെച്ചു. തുടങ്ങി വെച്ച പദ്ധതികൾ എവിടെയൊക്കെയുള്ളത്. അപ്പൊ അങ്ങനെ നമ്മളത് കിട്ടി, വട്ടത്തിലും പല ഭാഗത്തും കിട്ടി. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പക്ഷെ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്താ ചെയ്യുന്നത്? ഇത് അരിച്ചാല് കയറാൻ വേണ്ടി JCB എന്ന അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ കൊണ്ടതാണ് ഈ പദ്ധതി എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ അതിങ്ങനെ പ്രചരിപ്പിക്കാം. ഒരിക്കൽ എന്തെങ്കിലും റോളുണ്ടോ? ഒരു റോളും ഇല്ല. പിന്നെ സ്വാഭാവികമായിട്ടും പഞ്ചായത്തിന്റെ മെമ്പർമാര് കാര്യങ്ങളൊക്കെ ഈ ഫോമുകളൊക്കെ വിതരണം ചെയ്യും. അത് പഞ്ചായത്തിന്റെ പദ്ധതിയായിട്ടൊന്നുമല്ല. അതിന്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ മുകളിൽ നിന്ന് കിട്ടുന്നതാണ്. പക്ഷെ അത് ഞങ്ങളതാണെന്ന് പറഞ്ഞൊരു ഒരിക്കലും എത്തിയോ? അതിന് വേണ്ടിയിട്ട് ചെയ്ത വെട്ടിപ്പൊളിച്ച റോഡുകൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വളരെ മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുക. നിങ്ങൾ വേറെ പഞ്ചായത്തുകൾക്ക് ഒന്ന് പോയി വയ്ക്കും. ഇപ്പൊ ഇന്നലെ ഒരു വീഡിയോ ഇറക്കിക്കണം, 20ാം വാർഡിലെ സ്ഥാനാർത്ഥിയുടെ ഒരു വീഡിയോ.
LDF സ്ഥാനാർത്ഥിയുടെ വീഡിയോ. ആ വീഡിയോ വളരെ മനോഹരമായിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടാണ്. അത് ഒരു പറഞ്ഞു ഇവിടെ താഴെക്കോട് നിന്ന് എടുത്താണ്. അപ്പൊ നോക്കുമ്പോൾ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ നല്ല ബാക്ക്ഗ്രൗണ്ട്, നല്ല പാടവും നല്ല റോഡും ഒക്കെ ഉള്ള സ്ഥലമാണ്. അന്വേഷിച്ച് നോക്കുമ്പോൾ UDF ഭരിക്കണം ആലിപ്പറമ്പ് പഞ്ചായത്തിലെ നല്ല റോഡിൽ നിന്ന് എടുത്തിക്കണത്. ഇവിടെ ഒരു അങ്ങനെ റോഡ് പോലും ഇല്ല, അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയ റോഡ് പോലും ഇല്ല. ഇതൊക്കെ ഫേസ്ബുക്കിലൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഈ തരത്തില് എല്ലാ സ്ഥലത്തെയും അവസ്ഥ ഇതാണ്. ഒരു ജനങ്ങളെ മുമ്പിൽ വോട്ട് ചോദിച്ച് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഒരു തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാനും പ്രശ്നം, പിന്നെ ഒരു ഫണ്ട് കൃത്യമായിട്ട് ചെലവഴിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയാണ് 83 കോടി രൂപയുടെ അവസ്ഥ. എന്തായാലും ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇവിടെ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് റീനയാണ്. റീനയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ച പരിചയമാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് 5 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് നമുക്കിവിടെ മെമ്പറായിട്ട് കിട്ടിയിട്ടുള്ളത് എന്നതിലേറെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷത്തിന് ഗോഡങ്ങൾ ഞാൻ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ് സമയത്ത് ഇവിടെയാണ് മത്സരിച്ചത്. 2010 ഞാൻ ഇവിടെ മത്സരിച്ച് നിങ്ങളൊക്കെയാണ് എന്നെ വിജയിപ്പിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ എന്നെ പറഞ്ഞ പല റോഡുകളും നമ്മൾ ചെയ്തത്. അപ്പൊ അതേപോലെ അതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ, വലിയ ഭൂരിപക്ഷത്തിൽ റീനയെ നിങ്ങൾ വിജയിക്കുന്നത്. അതേപോലെ തന്നെ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നത് പ്രവീണ ദീപാണ്. പ്രവീണ പിന്നെ ബ്ലോക്കിലേക്ക് നേരത്തെ മത്സരിച്ചതാണ്, നമ്മൾ മെമ്പറായിട്ട് പ്രവർത്തിച്ചതാണ്. അപ്പോൾ അവരെയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. നിങ്ങളോട് നേരത്തെ വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സാഹചര്യ ടീച്ചർ വന്നു. അപ്പോൾ അവരെ നിങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് 21-ാം വാർഡിൽ മത്സരിക്കുന്ന ഡോക്ടർ സൗദയാണ്. സൗദയും ഇതേപോലെ പഞ്ചായത്തിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച് താഴെക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പിന്നെ മറ്റേ ചെയർമാനൊക്കെ ആയിട്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിട്ട് പ്രവർത്തിച്ച് പരിചയമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗദ പ്രാവശ്യം നിൽക്കണില്ല എന്നൊക്കെ പറഞ്ഞ് മാറി തരും. പക്ഷെ സൗദ നിർബന്ധമായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞ് എല്ലാ ആളുകളും, ആ വാർഡിലെ മുഴുവൻ ആളുകളും സൗദായെ നിർബന്ധിച്ച് പറഞ്ഞിട്ട് നിർത്തിച്ചതാണ്. അതിൻ്റെ ഒരു ഗുണഫലമുണ്ട്. എല്ലാ ആളുകളും ഇപ്പോൾ സൗദാക്ക് വോട്ട് ചെയ്യാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും എല്ലാവരും നിൽക്കുകയാണ്. സൗദ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചവരാണ്. അതേപോലെ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചവരാണ്. 13-ാം തീയതി എണ്ണുമ്പോൾ 11 ഇലക്ഷൻ കഴിഞ്ഞ് 13-ാം തീയതി എണ്ണിക്കഴിഞ്ഞാൽ താഴെക്കോട് പഞ്ചായത്തിലെ ഈ വാർഡും താഴെക്കോട് പഞ്ചായത്തും തീർച്ചയായിട്ടും UDF തിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ഒഴുകണം. വരും ദിവസങ്ങൾ ഒറ്റവോട്ടൊക്കെ ചോദിച്ചിട്ട് ഇറങ്ങും. ഒരു വോട്ട് നമുക്ക് സംഭാവന കൊടുക്കാനില്ല, നമുക്ക് അധികം കൊടുക്കാനില്ല. 3 വോട്ടുമാണ്. അത് വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടമല്ല, 2 സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള പോരാട്ടമല്ല, ഇത് 2 ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്, 2 പിന്നെ സംസ്കാരങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ആശയത്തിനാണ് നമ്മൾ വോട്ട് ചെയ്യുക. മറിച്ച് മറ്റൊരാശയം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. SIR-മായി ബന്ധപ്പെട്ടും BMC-യുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇവിടെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും. എന്തായാലും ഞാൻ നിങ്ങൾക്ക് സംസാരിക്കുന്നില്ല. ഒരിക്കൽ കൂടി ഈ ഇവിടെ വന്ന് എത്തിയ എല്ലാവർക്കും സ്നേഹാശംസകളും സ്ഥാനാർത്ഥികൾക്ക് വിജയാശംസകളും നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്.